നമുക്കൊക്കെ ഊഞ്ഞാല് കെട്ടി തരാം. ഓണമൊക്കെ ആയല്ലോ, ഊഞ്ഞാല് കെട്ടണ്ടേ? ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പം ഇന്നാണെങ്കിൽ നമുക്കിവിടെ ഊഞ്ഞാല് കെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൂപ്പം. പക്ഷേ ഇവിടെ വൃത്തിയാക്കണം എന്നാൽ മാത്രമേ ഊഞ്ഞാല് കെട്ടി തരുമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ തൂക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗായ്സ്, നമുക്ക് തുറപ്പം വാങ്ങിച്ച് നമുക്കും തൂത്ത് നോക്കാം. ഞാനും മണിക്കുട്ടിയും അമ്മയും മാളവും കൂടെയാണ് തൂക്കുന്നത്. ഇതാണ് നമ്മളുടെ ഇവിടുത്തെ ഊഞ്ഞാല് കെട്ടുന്ന സ്ഥലം. പക്ഷേ ഇവിടെ ആണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഗായ്സ്, ഇവിടെ ഇഷ്ടംപോലെ ചവറുണ്ട് കേട്ടോ. ഇതാണെങ്കിൽ കരിഞ്ഞ ഇലകളെല്ലാം കൂടെ ഇഷ്ടംപോലെ ചവറുണ്ട്. അപ്പം നമ്മൾ മൂന്നുപേരും കൂടെ സഹകരിച്ചാൽ മാത്രമേ ഇതൊക്കെ വൃത്തിയാക്കാൻ പറ്റുള്ളൂ. അമ്മയും തൂക്കുന്നുണ്ട്, പിന്നെ ഞാനും മാളവും കൂടെ തൂക്കാൻ പോവുകയാണ്. ഇത്രയും ചവറുണ്ട്. നമ്മളിവിടെ കൂട്ടി വയ്ക്കുന്നുണ്ട് ചവറ്. അങ്ങനെ രണ്ട് സെറ്റായിട്ട് നമ്മൾ ഈ തൂത്ത് കൂട്ടുന്നുണ്ട് കേട്ടോ. നമ്മളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ വലിയൊരു തേക്ക് മരമുണ്ട്. മിക്ക ഇലകളും തേക്കിൻ്റെ ഇലകളായിരുന്നു. അങ്ങനെ തൂത്ത് ഏകദേശം തീരാറായിട്ടുണ്ട്. നമ്മളൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്താണ് തൂക്കുന്നത്. അപ്പാപ്പയെ ഇനി വിളിച്ചുകൊണ്ട് വരണം, ഊഞ്ഞാല് കെട്ടണം. അതിൻ്റെയൊക്കെ ഒരു സന്തോഷത്തിൽ നമ്മൾ പെട്ടെന്ന് ജോലിയൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗായ്സ്, ഞാനും എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയും നമ്മളും കൂടെ ഇവിടെ എത്ര തൂത്തിട്ടുണ്ട്. ഞാൻ ലുക്ക് കാണിച്ചു തരാം. ഇവിടെ വലിയൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിക്കുട്ടനെ വന്നിട്ടുണ്ട് ആടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്പാപ്പയെ വിളിക്കാൻ പോവാണ് ആടാൻ വേണ്ടിയിട്ട്, ഊഞ്ഞാല് കെട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അപ്പാപ്പ വലിയൊരു കയറും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് പാരമ്പര്യമായിട്ട് എന്നും കെട്ടുന്ന ഒരു കയറാണ്. ഓണമൊക്കെ ആയല്ലോ, ഊഞ്ഞാല് കെട്ടണ്ടേ? ഓണമൊക്കെ കഴിയുമ്പം വീണ്ടും സുരക്ഷിതമായിട്ട് കൊണ്ടുവച്ചിരിക്കും കേട്ടോ. ഇത് അപ്പാപ്പനെ സൂക്ഷിച്ച് വയ്ക്കുന്നതാണ്. അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് ഊഞ്ഞാലൊക്കെ കെട്ടുന്നുണ്ടായിരുന്നു. ആദ്യത്തെ നമ്മൾ ഫസ്റ്റ് കെട്ടുന്ന ഊഞ്ഞാലിൻ്റെ സ്ഥലം, അതിൽ ഇച്ചിരി കേടൊക്കെ വന്നായിരുന്നു ആ ഒരു ചില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടാണ് ഊഞ്ഞാൽ കെട്ടുന്നത്. കൂടാതെ വേറെ കമ്പുകളൊന്നും നമ്മളുടെ തലയിൽ വീഴരുതല്ലോ എന്ന് കരുതി അപ്പാപ്പയാണെങ്കിൽ അവിടെ നിന്ന് ചുള്ളി കമ്പുകളൊക്കെ ഒടിച്ച് തരുന്നുണ്ട്. പിന്നെ കുറേ കഷ്ടപ്പെട്ട് പണിപ്പെട്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ ഊഞ്ഞാൽ. ഞാനവിടെ നിന്ന് മാറി നിന്ന് വീഡിയോ എടുക്കുവാണ് കേട്ടോ. നമ്മളുടെ സൈഡിൽ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു വിള ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു ഊഞ്ഞാൽ കെട്ടുന്നത്. കെട്ടിയത് ബലം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പാപ്പ ഒന്ന് കൈയൊക്കെ കയറിൽ ചുറ്റി ഒന്ന് ആടി നോക്കുന്നുണ്ട്. അപ്പോൾ ആടി ചെയ്ത് കണ്ടിട്ട് നമ്മൾ വിചാരിച്ച് നല്ല എളുപ്പമായിരിക്കും, നമുക്കൊന്ന് ആടി വെക്കാമെന്ന് കരുതി. അങ്ങനെ അപ്പാപ്പ ഇത്തിരി അങ്ങോട്ട് നീങ്ങിയ നേരം കൊണ്ട് ഞാൻ കയറി കേട്ടോ. ഞാനിതുപോലെ അപ്പാപ്പ ചെയ്തു, പക്ഷേ എനിക്ക് ഒട്ടും പറ്റിയില്ല. അതിനുശേഷം ഞാൻ ചെയ്ത് കണ്ടിട്ട് എൻ്റെ അനിയത്തിമാർ രണ്ടുപേരും ചെയ്ത് നോക്കി. പക്ഷെ അവർക്കും കുറച്ചായിട്ടേ പറ്റുന്നുള്ളായിരുന്നുള്ളൂ. ഇതുപോലത്തെ 2 കയറാണ് മിച്ചം വന്നത്. പിന്നെ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഒട്ടും പറ്റിയില്ല. വീണ്ടും തോരാറെണ്ണം ഞാൻ ചെയ്ത് നോക്കി. ലാസ്റ്റ് ഒരു തവണ ശരിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു തടിക്കഷ്ണം എടുത്തതിന് ശേഷം 2 സൈഡും അപ്പാപ്പ നല്ലതുപോലെ വീഴാത്ത രീതിയിൽ കെട്ടി വെക്കുന്നുണ്ട്. ആദ്യത്തെ സൈഡാണെങ്കിൽ നമ്മൾ നല്ലപോലെ കെട്ടുന്നുണ്ട്. നമ്മൾ എടുത്ത പലവയിൽ 2 സൈഡ് ഓട്ട ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കയറ് കയറ്റി നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടാൻ പറ്റി. എൻ്റെ അപ്പൂപ്പൻ കൈ വെച്ചിട്ട് ഞാൻ അവിടെ ഓട്ടയാണ് കേട്ടോ. അപ്പോഴാണ് കയറ് കയറ്റാനും കെട്ടാനും നല്ല എളുപ്പമായിരുന്നു. ഈശ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അപ്പാപ്പ കെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വാക്ക് അപ്പാപ്പ പാലിച്ചിട്ടുണ്ട്. ഓരോ വർഷവും നമ്മൾ കാത്തിരിക്കും ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ വർഷം ആടിയിട്ട് ഇപ്പോഴാണ് നമ്മളൊന്ന് ആടുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പാപ്പ. അപ്പം ചില്ലകളൊക്കെ ഇത് നല്ല കട്ടി കുറഞ്ഞൊരു ചില്ലയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ ആടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം കെട്ടിയതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് അപ്പാപ്പയ്ക്കാണ് ആടാൻ കൊടുത്തത്. ആടിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ വീട്ടുകാർ ആട്ടി നോക്കി. അതിനുശേഷം മണിക്കുട്ടിക്ക് ഒരാഗ്രഹം വന്ന് മണിക്കുട്ടിയെ കയറ്റിയിരുത്തി ഒന്ന് ആട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എനിക്കും മാളുവിനും മണിക്കുട്ടിക്കും ഒക്കെ ആട്ടി തന്നത് അപ്പാപ്പയായിരുന്നു.
അവളുടെയൊക്കെ ആ ഒരു മുഖത്തിലൊരു ചിരി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്രത്തോളം സന്തോഷം ഉണ്ടായിരുന്നു ഊഞ്ഞാലെട്ടിയപ്പം. ഉണ്ണിക്കുട്ടനും മുഖത്തിൽ സന്തോഷം ഉണ്ടായിരുന്നു. അവനെയും എൻ്റെ അമ്മ കയ്യിൽ വെച്ചിട്ട് ആട്ടിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഒരു സന്തോഷം ഞാൻ ഇതിൽ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ലാസ്റ്റ് വരെ കാണണേ. അതിനുശേഷം എൻ്റെ അനിയത്തി ആടുന്നുണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ ഒരു അവസരമാണ്. ഇപ്പോഴാണ് ഉണ്ണിക്കുട്ടൻ വന്നത്. പിന്നെ അമ്മ അവൻ്റെ മടിയിരുത്തി ആട്ടുന്നുണ്ട്. അവൻ്റെ മുഖത്തിലെ സന്തോഷം നമുക്കും നല്ലൊരു ഇതായിട്ട് തോന്നി. അവനും ആദ്യത്തെ ഓണം ഇതായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് അവൻ ജനിച്ചിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ഓണം ആഘോഷിക്കുന്നത്, ഊഞ്ഞാലാടുന്നതൊക്കെ. അപ്പോൾ അവന് അത്രത്തോളം സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ഹാപ്പി മൂഡിലായിരുന്നു കേട്ടോ അവന്. അതിനുശേഷം അവർക്ക് രണ്ടുപേർക്ക് ആട്ടി കൊടുത്തുകൊണ്ട് തന്നെ എന്നെയും കൂടെ ആട്ടി തന്നിട്ടുണ്ടായിരുന്നു അപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല ഊഞ്ഞാലായിരുന്നു. കുറേ ചുള്ളികൾ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആടിയപ്പോഴത്തേക്കും ഞാൻ അപ്പാപ്പ എടുത്ത് പറഞ്ഞ അതൊക്കെ അപ്പാപ്പ ഒടിച്ചു വരുന്നുണ്ട്. മക്കളെ തലയിൽ കൂടെ ഈ ചുള്ളി വീഴും, അതുകൊണ്ട് അപ്പാപ്പ ചുള്ളി ഒടിക്കുന്നു. ആ ഇത് നമ്മൾ ആഘോഷിച്ചിട്ടുള്ള എല്ലാ ഓണത്തിനും ഊഞ്ഞാലൊക്കെ കെട്ടിത്തരുന്നത് ഈ ഒരു അപ്പാപ്പയാണ് കേട്ടോ. അതിൻ്റെ എല്ലാത്തിൻ്റെയും സ്നേഹം നമുക്ക് അപ്പാപ്പയടുത്തുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രണ്ടുപേരും വിധം ചേർന്ന് ഊഞ്ഞാലാടാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനാണ് അവർക്ക് ഊഞ്ഞാലാടിക്കൊടുത്തത്. അവർക്ക് കാലെത്തുന്നുണ്ടായിരുന്നില്ല. പിന്നെ അടുത്ത് എൻ്റെ മാമൻ വന്നിരുന്ന് ആടി. അപ്പം അവനെ കൂടെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ എന്നാലും ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സന്തോഷത്തിലായിരുന്നു. അമ്മ ഇങ്ങനെ ആടി വരുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് കളിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്നിട്ട്. പിന്നെ ഞാനും മണിക്കുട്ടിയും കൂടെ ആടിയിട്ടുണ്ടായിരുന്നു. ഇനിയും അടുത്ത ഒരുപാട് ഓണവിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ കാണും വരേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. നമ്മളുടെ വീട്ടിൽ ഊഞ്ഞാൽ കെട്ടിയതാണ് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.